ബാങ്കുകളുടെ മുഷ്ക് ഇനി നടക്കില്ല. വായ്പയെടുത്തയാൾ വായ്പയുടെ അവസാന EMI-യും അടച്ചു തീർത്താൽ 30 ദിവസത്തിനുള്ളിൽ ഈടായി വാങ്ങിയ മുഴുവൻ അസൽ രേഖകളും വായ്പക്കാരനെ തിരികെ ഏൽപ്പിക്കണം. ഇല്ലെങ്കിൽ ബാങ്കുകൾ വിവരമറിയും. നമസ്കാരം, ഞാൻ അഭിലാഷ് ടി നായർ. ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിനാൻഷ്യൽ ഗൈഡ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സാധാരണക്കാർക്ക് ഏറെ ആശ്വാസമായി കഴിഞ്ഞ ദിവസം നമ്മുടെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്തെ എല്ലാ ദേശസാൽകൃത ബാങ്കുകൾക്കും ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കുമായി നൽകിയ ഒരു കർശന നിർദ്ദേശം സംബന്ധിച്ചാണ്. നമുക്കെല്ലാവർക്കും ബാധകമായ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. നമ്മൾ എല്ലാവരും ഇതിനോടകം തന്നെ ഏതെങ്കിലും ബാങ്കുകളിൽ നിന്നോ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ഒക്കെ ഭവന വായ്പയോ വാഹന വായ്പയോ ഒക്കെ എടുത്തിട്ടുള്ളവരാകും. ഇന്നത്തെ ഉയർന്ന പലിശ നിരക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ വായ്പാ തിരിച്ചടവ് എന്നത് ഒരു ബാലികേറാമലയാണ്. നമ്മളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഇടത്തരക്കാർ അവരുടെ ദൈനംദിന ജീവിതത്തിലെ പല അത്യാവശ്യങ്ങളും മാറ്റിവെച്ചിട്ടാകും മാസാമാസം വായ്പാ തിരിച്ചടവിനുള്ള പണം കണ്ടെത്തുക. കുട്ടികളുടെ ആവശ്യങ്ങൾ പോലും മാറ്റിവെക്കേണ്ടി വരികയോ ചിലപ്പോഴെങ്കിലും ഒഴിവാക്കുകയോ ചെയ്യേണ്ടി വരും. എന്തിന്, മാസാമാസം മരുന്നിന് ആവശ്യമായി വരുന്ന തുക പോലും മാറ്റിവെച്ച് ബാങ്ക് വായ്പ മുടങ്ങാതെ അടച്ചവരെ എനിക്കറിയാം. ഈ ബുദ്ധിമുട്ടുകളും നിവൃത്തികേടും ഒക്കെ സഹിച്ച് മുണ്ടു മുറുക്കിയുടുത്തിട്ടാണെങ്കിലും ബാങ്ക് വായ്പ മുടക്കം വരാതെ അവസാന EMI വരെ അടച്ചു തീർത്താലോ? ബാങ്കിൽ നമ്മൾ വായ്പ എടുക്കാനായി ഈടായി സമർപ്പിച്ച നമ്മുടെ സുപ്രധാന രേഖകൾ തിരിച്ചു കിട്ടണമെങ്കിൽ ബാങ്കിലെ ബ്രാഞ്ച് മാനേജർ മുതൽ സകലരുടെയും പിന്നാലെ കെഞ്ചി നടക്കണം. ഓർക്കണം, വായ്പ തുക മുതലും പലിശയും കൂട്ടുപലിശയും ചേർത്ത് ബാങ്ക് പറഞ്ഞ മുഴുവൻ തുകയും നയാ പൈസ ബാക്കിയില്ലാതെ അടച്ചു തീർത്തിട്ടും നമ്മളെ വീണ്ടും ബുദ്ധിമുട്ടിക്കുന്ന ചില ബാങ്കുകൾ എങ്കിലുമുണ്ട്. എല്ലാ ബാങ്കുകളും എല്ലാ ബാങ്ക് ജീവനക്കാരും ഇങ്ങനെയാണെന്ന് നമ്മൾ ഒരിക്കലും അടച്ചാക്ഷേപിക്കില്ല. എന്നാൽ അകാരണമായി രേഖകൾ പിടിച്ചുവെച്ച് രേഖകൾ വായ്പക്കാരന് വിട്ടു നൽകാൻ കൂട്ടാക്കാതെ നമ്മളെ 10 പ്രാവശ്യമെങ്കിലും നടത്തിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു ചെറിയ വിഭാഗം ബാങ്ക് ജീവനക്കാരെങ്കിലുമുണ്ട്. അങ്ങനെയുള്ള ജീവനക്കാരെയും അവരെ പേറുന്ന ബാങ്കുകളെയും വരച്ച വരയിൽ നിർത്തുന്നതാണ് RBIയുടെ പുതിയ നിർദ്ദേശം. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 14-നാണ് രാജ്യത്തെ ബാങ്കുകളുടെ ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പക്കാർക്ക് ഏറെ ആശ്വാസം പകരുന്ന ഒരു തീരുമാനം പ്രഖ്യാപിച്ചത്. ഇതനുസരിച്ച് വായ്പയെടുത്തയാൾ വായ്പാ തിരിച്ചടവ് പൂർത്തിയായി 30 ദിവസത്തിനുള്ളിൽ ഈടുവെച്ച മുഴുവൻ അസൽ രേഖകളും വായ്പക്കാരനെ ബാങ്കുകൾ തിരികെ ഏൽപ്പിക്കണം. വായ്പാ തിരിച്ചടവ് പൂർത്തിയായി 30 ദിവസം കഴിഞ്ഞിട്ടും രേഖകൾ തിരികെ നൽകിയില്ലെങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തിനും 5000 രൂപ വീതം ബാങ്കുകളോ ധനകാര്യ സ്ഥാപനങ്ങളോ ഉപഭോക്താവിന് നഷ്ടപരിഹാരമായി നൽകണം. എന്തുകൊണ്ട് രേഖകൾ തിരികെ നൽകാൻ വൈകിയെന്ന് ബാങ്കുകൾ ഉപഭോക്താവിനെ അറിയിക്കണമെന്നും RBI പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. വായ്പാ തിരിച്ചടവ് പൂർത്തിയായി 30 ദിവസം കഴിഞ്ഞിട്ടും ഈടുവെച്ച രേഖകൾ തിരിച്ചു നൽകിയില്ലെങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തിനും ബാങ്കുകളോ ധനകാര്യ സ്ഥാപനങ്ങളോ 5000 രൂപ വീതം ഉപഭോക്താവിന് നഷ്ടപരിഹാരമായി നൽകണം. എന്തുകൊണ്ടാണ് വായ്പാ രേഖകൾ തിരികെ നൽകാൻ വൈകിയതെന്ന് ഉപഭോക്താക്കളെ അറിയിക്കണമെന്നും RBI പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബാങ്കിന് ഈടായി നൽകിയ രേഖകൾ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ ആധാരമായിരിക്കാം. അതല്ലെങ്കിൽ ലക്ഷങ്ങളോ കോടികളോ സം അഷ്വേർഡ് തുകയുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസി ഡോക്യുമെന്റുകളാകാം, ഫിക്സഡ് ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റുകളാകാം, എന്തുമാകാം. ഈടായി നൽകിയ രേഖകൾ എന്തു തന്നെയായാലും വായ്പാ തിരിച്ചടവ് പൂർത്തിയാക്കി 30 ദിവസങ്ങൾക്കുള്ളിൽ ആ രേഖകളുടെ അസൽ വായ്പക്കാരനെ സുരക്ഷിതമായി തിരിച്ചേൽപ്പിക്കാൻ ബാങ്കുകൾ നിയമപരമായി ബാധ്യസ്ഥരാണ് എന്ന് RBI വ്യക്തമാക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. ഈട് നൽകിയ രേഖകൾ പൂർണ്ണമായോ ഭാഗികമായോ നശിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ പുതിയ രേഖ തരപ്പെടുത്താൻ ഉപയോക്താവിനെ സഹായിക്കുന്നതിനൊപ്പം അതിനാവശ്യമായ ചെലവും ധനകാര്യ സ്ഥാപനം വഹിക്കണം. രേഖകൾ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ നടപടികൾ പൂർത്തിയാക്കാനായി 30 ദിവസം കൂടി അധികമായി ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കും. ചുരുക്കത്തിൽ വായ്പാ തിരിച്ചടവ് പൂർത്തിയായി 60 ദിവസം കഴിഞ്ഞിട്ടും രേഖകൾ വായ്പക്കാരനെ തിരികെ ഏൽപ്പിച്ചില്ലെങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തിനും 5000 രൂപ വീതം നഷ്ടപരിഹാരം ഉപയോക്താവിന് നൽകാൻ ബാങ്കുകൾ ബാധ്യസ്ഥരാണ്. വായ്പ നൽകുമ്പോൾ തന്നെ ഈട് രേഖകൾ തിരികെ ലഭിക്കാനുള്ള സമയപരിധിയും സ്ഥലവും ഇതുമായി ബന്ധപ്പെട്ട പേപ്പറുകളിൽ ബാങ്കുകൾ വ്യക്തമാക്കിയിരിക്കണം. വായ്പയെടുത്തയാൾ മരണപ്പെട്ടാൽ രേഖകൾ അവകാശികൾക്ക് തിരികെ നൽകാനുള്ള വ്യക്തമായ സംവിധാനമുണ്ടായിരിക്കണം. ഇത് ബാങ്കുകളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും വേണം. ഈട് നൽകിയ വസ്തുക്കളുടെ അസൽ രേഖകൾ വായ്പയുമായി ബന്ധപ്പെട്ട് ഉപഭോക്താവിന് ഇടപാടുള്ള ശാഖയിൽ നിന്നോ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നോ തിരികെ ലഭ്യമാക്കുന്നതിന്
ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങൾ സൗകര്യം ഒരുക്കണം. ഈടിനായി സമർപ്പിക്കപ്പെട്ട രേഖകൾ തിരികെ നൽകാനുള്ള സമയപരിധിയും എവിടെ നിന്ന് തിരിച്ചു കിട്ടുമെന്നതും വായ്പ അനുവദിക്കുന്ന കരാറിൽ രേഖപ്പെടുത്തണമെന്നും RBI വ്യക്തമാക്കുന്നു. മാത്രമല്ല, വായ്പയെടുത്തയാൾ അല്ലെങ്കിൽ വായ്പയെടുത്തവരിൽ ഒരാൾ വായ്പ അടച്ചു തീർക്കുന്നതിന് മുമ്പായി മരിച്ചാൽ രേഖകൾ അവകാശികൾക്ക് തിരിച്ചു നൽകുന്നതിന് സ്ഥാപനങ്ങൾ കൃത്യമായ നയ നടപടികൾ ഉണ്ടാക്കണം. ഈടുരേഖകൾ തിരികെ നൽകുന്നതിന്റെ നടപടിക്രമങ്ങൾ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിൽ നൽകിയിരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. 2023 ഡിസംബർ 1 മുതലാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരിക. നിലവിൽ തിരിച്ചടവ് പൂർത്തിയായ വായ്പകൾക്കായി ഈട് നൽകിയ രേഖകൾ തിരിച്ചു നൽകുന്നത് സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ 2003 മുതൽ നിലവിലുള്ളതാണ്. എന്നാൽ ചില സ്ഥാപനങ്ങൾ ഇത് കൃത്യമായി പാലിക്കുന്നില്ല. പല സ്ഥാപനങ്ങളും വ്യത്യസ്ത നടപടിക്രമങ്ങളാണ് നിലവിൽ പിന്തുടരുന്നത്. ഇത് ഏകീകരിക്കാനും ഉത്തരവാദിത്വപൂർണമായി ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും പെരുമാറുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുമാണ് പുതിയ നിർദ്ദേശങ്ങളെന്ന് RBI വ്യക്തമാക്കുന്നു. വായ്പയ്ക്കായി ഈട് നൽകിയ രേഖകൾ തിരികെ നൽകാത്തതിന്റെ പേരിലുള്ള തർക്കങ്ങളും പരാതികളും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് RBI പുതിയ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.